ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ചെറിയൊരു ട്രിപ്പിൻ്റെ വ്ളോഗ് ഉണ്ടാലോ. ഇത് ഗ്യാലറി കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ. എന്താ 15 ദിവസത്തോളം ഇത് പോയി വന്നിട്ട്. അപ്പോൾ ഗ്യാലറി കാണുമ്പോൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചതാക്കിയതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വയനാട് വരെ പോയതാണ്. വെറുതെ നല്ല മഴയുള്ള ദിവസം, അപ്പോൾ കോട കാണാനൊരു പൂതി. നമ്മൾ നേരെ വിട്ട് വയനാട്ടിലേക്ക്. ഇപ്പോൾ വയനാട് എന്താ അടിപൊളി, എന്താ പറയുക, ഈ ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ക്ലൈമറ്റ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല കോട മൂടിയ അന്തരീക്ഷം ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബേന്ന്. അപ്പം നമ്മളങ്ങനെ പോയി വെച്ചാൽ നമ്മൾ കാര്യമായിട്ട് ഈ കോട കാണാനാണ് വരുന്നത്, അല്ലാതൊന്നുമില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 1 മണി ആ സമയമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ അട്ടപ്പാടി വഴി ഇവിടെ ഊട്ടി പോകണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് നമുക്ക് പറ്റില്ല, കാരണം 1 മണി സമയത്തൊന്നും പോയിട്ടൊരു കാര്യമില്ല. കാരണം എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നല്ല അടിപൊളി ക്ലൈമറ്റാണ് വയനാട്. ഇപ്പോൾ മഴയുള്ള സമയത്ത് പോയാൽ കോട കാണാൻ പറ്റുള്ളൂ, മഴ ഇല്ലെങ്കിൽ അറിയില്ല. കാരണം നമ്മൾ മഴയുള്ള സമയത്തേ പോയിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെയൊക്കെ നിർത്തി ജസ്റ്റ് വ്യൂ പോയിൻ്റൊക്കെ ഇതാക്കിയിട്ട് ചായയൊക്കെ കുടിച്ച് പോവാ, അങ്ങനെയൊക്കെ ചെയ്യണല്ലോ, അങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ഒന്നും വണ്ടി നിർത്തിയിട്ടില്ല. നിർത്തുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങിയപ്പോൾ നമ്മൾ കയറണുള്ളൂ. അപ്പോൾ ഏതോ വളവെങ്കിലൊക്കെ നിർത്തി നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നല്ല മഴ വെച്ചാൽ നല്ല മഴയൊന്നും അതിന് ഒരു രസമുണ്ട്. അത് ലാസ്റ്റാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ചുരത്തിൻ്റെ അവിടെയൊക്കെ നിർത്തി. ഇടയിൽ മക്കൾ വൊമിറ്റ് ചെയ്തൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെയും യാത്ര തുടർന്നു. അങ്ങനെ വ്യൂ പോയിൻ്റിൻ്റെ അവിടെയൊക്കെ വണ്ടി നിർത്താൻ പാടില്ല എന്നിട്ട് ആൾക്കാർ വണ്ടി നിർത്തണോ ഫോട്ടോസ് എടുക്കണോ വിളിച്ചിട്ടുണ്ട്. പക്ഷേ വണ്ടി നിർത്താൻ പാടില്ല, ഇനി ഫൈൻ വരും വിചാരിച്ചിട്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ടില്ല. കുറേ എന്താ പറയുക, 1 മാസത്തിൻ്റെ അടുത്തൊക്കെ ഇതേപോലെയൊക്കെ യാത്രയൊക്കെ പോയിട്ട് എനിക്ക് എന്താണ് ഭയങ്കര വൊമിറ്റിംഗ് ടെൻഡൻസി. ഞാനും വൊമിറ്റ് ചെയ്തു, എന്തൊക്കെയോ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ കോടയിൽ കൂടെ സഞ്ചരിച്ചാണ്. ഇപ്പോൾ ഈ സമയത്ത് പോകണം, മൂന്നാർ, ഊട്ടി, വയനാട് പോലുള്ള സ്ഥലത്ത് ഈ സമയത്ത് സീസണിൽ പോകണം. അപ്പോഴേ പോയിട്ട് കാര്യമില്ല. നമ്മൾ സീസൺ തെറ്റിപ്പോയിട്ട് കാര്യമില്ല. നമുക്കിതിന് മുന്നും സീസൺ തെറ്റിപ്പോയിട്ട് നമുക്ക് വെറുത്ത് പോയിരുന്നു ട്രാവൽ. കാരണം കോടയൊന്നും ഇല്ലാതെ. അപ്പോൾ അവിടെ കാര്യമായിട്ട് അതിൻ്റെ വയനാടിൻ്റെ വൈബ് പറഞ്ഞാൽ കോട, മലകൾ, കുന്നുകൾ, അതൊക്കെയാണ് വയനാടിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അതില്ലാതെ നമ്മൾ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഈ ചുരം കഴിഞ്ഞോട് കൂടി ആ വൈത്തിരി ഭാഗത്ത് മാത്രമേ ഈ കോടുള്ളൂ. പിന്നെ അങ്ങോട്ട് കോടയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴൊക്കെ ചെറിയ ചാറ്റൽ മഴ ഉള്ളായിരുന്നു. പക്ഷെ പിന്നെ നമ്മളങ്ങോട്ട് സ്പോട്ടിലെത്തി ഇറങ്ങാൻ നോക്കിയപ്പോൾ ഭയങ്കര മഴ. അപ്പം എല്ലാവരും ഇറങ്ങണം. ആ സമയത്താണ് നമ്മൾ മുകൾക്ക് കയറേണ്ടത്. ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. വെറൈറ്റി ഈ കോട കാണാനും ആ ചുരത്തിൻ്റെ ആ വൈബിനുമാണ് ആൾക്കാർ പോണത്. അല്ല അവിടെ കാണാൻ എന്താ വെച്ചാൽ കുറേയൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ എന്തൊക്കെയോ സംഭവങ്ങൾ, പാർക്ക് കാര്യങ്ങളും ഒക്കെ വന്നിങ്ങനെ. പക്ഷെ അതിനോടൊന്നും എന്താ പറയുക, അങ്ങോട്ടൊന്നും നമ്മൾ കയറില്ല. കാരണം മക്കളൊന്നും അതിനായി വരുന്നേ ഉള്ളൂ. ചെറിയ പാർക്കിലൊക്കെ കയറാനല്ലേ ഇത് ആയിട്ടുള്ളൂ. കോടയൊക്കെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് നമ്മൾ പോവാണ്. വീഡിയോ എടുത്തത് ഏകദേശം ഒരു സൺഡേ ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഒരു മാസത്തെ ബ്രേക്കിന് ശേഷം ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി. എന്താ അറിയില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് എന്താ ഭയങ്കര വോമിറ്റ് ചെയ്യാൻ വരലും എന്തൊക്കെയോ പോലെ. എന്താ പറയുക, മരങ്ങളൊക്കെ ചാഞ്ഞ് നിൽക്കുക, ഇപ്പോൾ വീഴുന്നില്ല അവസ്ഥയിൽ നിൽക്കുക. അതൊക്കെ കണ്ടിട്ട് ഭയങ്കര പേടിയോ. കാരണം മണ്ണ് ഇടിഞ്ഞ് കിടക്കുക. അങ്ങനത്തെ ഈ സമയത്തൊന്നും ഒരിക്കലും ഇങ്ങനത്തെ കൂടെ യാത്ര ചെയ്യാൻ പാടില്ല. ചുരത്തിൽ കൂടെ ഒന്നും. കാരണം മണ്ണിടിയാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം ഇടിഞ്ഞതുണ്ട്, ഇടിയാനായി നിൽക്കുന്നതുണ്ട്, അങ്ങനത്തതൊക്കെ ഉണ്ട്. പിന്നെ നമ്മളൊരു വ്യൂ പോയിന്റിൽ നിർത്തി ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത്, ജസ്റ്റ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ വണ്ടി ഇതാക്കി പോയി. അവിടുന്ന് പോയി ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ടുള്ളൂ. പുറത്തൊക്കെ ഒന്നും ഇറങ്ങിയിട്ടില്ല. കാരണം മക്കളൊക്കെ നല്ല ഉറപ്പിയിരുന്നു. അപ്പോൾ ഇതിന് മക്കളൊക്കെ മുകളിലൊക്കെ എത്തിയപ്പോൾ ഏകദേശം മക്കളൊക്കെ എഴുന്നേറ്റ് ഫുഡൊക്കെ കൊടുത്തു. വെച്ചാൽ ചെറിയ മോന് ഫുഡൊക്കെ കൊടുത്തു. നമ്മളങ്ങനെ
സെറിലാക്ക് കയ്യിൽ കരുതുക ചെയ്യാതെ. കുറച്ചൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പൊന്നിപ്പാത്തമ്മ നല്ല ചാത്തിൽ ചാതച്ച് എനിക്ക് 18ൻ്റെ പണി തന്നിക്കണം. പിന്നെ നമ്മൾ അങ്ങനെ വണ്ടി കയറി പോയിട്ടോ ഉണ്ടോ, എന്താ നല്ല അടിപൊളി വൈബ്. ഇതാണ് വൈബ്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ അന്തരീക്ഷത്തിൽ കൂടെ യാത്ര ചെയ്യുന്നതാണ് ഇഷ്ടം. പക്ഷെ അങ്ങനെ തണുപ്പ് പറയാൻ ഭയങ്കര തണുപ്പൊന്നുമില്ല. പിന്നെ ഏകദേശം ചുരം തീരാറായിട്ടുണ്ട്. ചുരം തീരാറായി. പിന്നെ അടിയിലൊരു സംഭവം ഉണ്ടായി. ഇപ്പം ആ മുന്നിൽ പോണ ബസ്സിൽ ആ ബസ് പെട്ടെന്നാണ് നിർത്തിയേക്കുക. കംപ്ലൈൻ്റ് ആയിരുന്നല്ല, ചുരത്തുമ്പോൾ നിർത്തിയേക്കുക. അല്ലെങ്കിൽ ചുരത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സ്പേസ് ഇല്ല. അതിൻ്റെ ഇടയിൽ ആ ബസ് ഇവിടെ നിർത്തിയേക്കുക. എന്താ ഇതിനൊക്കെ പറയുമ്പോൾ ബ്ലോക്കായി എല്ലാവരും ഓണടിക്കുക. ആൾക്കാർ ഇറങ്ങാനും കാര്യങ്ങൾക്കൊന്നുമില്ല. എന്തിനു നിർത്തിയതെന്ന് നമുക്ക് മനസ്സിലായില്ല. നമ്മൾ ചുരം തീർന്ന് വൈത്തിരി എത്തി. നമ്മളെ ടാർഗറ്റ് വൈത്തിരി ഫാമാണ്. അപ്പോൾ വൈത്തിരി ഫാം പോയി. വൈത്തിരി ഫാമൊക്കെ എത്തിയോട് കൂടി മഴ പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വണ്ടിയൊക്കെ നിർത്തി നമ്മൾ റംബുട്ടാനൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. കണ്ടോ, റംബുട്ടാൻ വാങ്ങി കഴിച്ചു. അപ്പോൾ ആദ്യം അയാളൊന്ന് നോക്കി നിങ്ങൾക്ക് പറ്റിയതാണെങ്കിൽ വാങ്ങിക്കോളി പറഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ ഒന്നൊക്കെ ടേസ്റ്റ് ചെയ്യാനിട്ട് സ്വീറ്റാണ് അറിഞ്ഞിട്ടാണ് നമ്മളൊരു കിലോ വാങ്ങിച്ചു. ഫുള്ള് മക്കളായി ഇരിപ്പിൽ തന്നെ ഇരുന്ന് കഴിച്ചും ചെയ്തു കേട്ടോ. കണ്ടോ, ഈ കുഞ്ഞാപ്പ വലിയ കുട്ടിയേക്കണം. അവന് മടിയിൽ അടങ്ങിയിരിക്കൂല. ഒരു പിരാന്ത, ഒരു കിരിക്കിരിപ്പാണ് കുഞ്ഞാപ്പൂന്. ഭയങ്കര കിരിക്കിരിപ്പാണ്. അടങ്ങി കുത്തിറക്കൂല. ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ തല ഇട്ടിട്ടും അങ്ങനെ കാട്ടിയിട്ടും ഇങ്ങനെ കാട്ടിയിട്ടും ഒക്കെയാണ്. പിന്നെ നമ്മൾ വൈത്തിരി ഫാമിലെത്തി. അവിടെ വണ്ടി നിർത്തി. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്. അത് വിചാരിച്ച് കുട വേണമെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ വേണ്ടെന്നൊക്കെ വലിയ ബുഡല് കിട്ടു. നമ്മൾ ഉള്ളിക്കൊണ്ട് കയറിയോട് കൂടി പെരുന്നയൺ പെയ്തു. അതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് കയറാൻ ഒരാൾക്ക് 200 രൂപയാണ്. അപ്പോൾ നമ്മൾ 400 രൂപ 2 കിലോ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. കുട്ടികൾക്ക് വേണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ ഇല്ലെങ്കിൽ മക്കൾക്ക് പാർക്കിൽ കളിക്കാം. പിന്നെ ഇവിടെ എന്തൊക്കെയോ പാമ്പിനെ കഴുത്തിൽ വെക്കാം, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. കുതിരപ്പുറത്ത് കയറാം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതിനൊന്നും പറ്റിയില്ല. എന്താ വെച്ചാൽ നമ്മൾ ലോക്കായി. പെരുമഴ പെയ്ത് നമുക്കൊന്നിനും പറ്റിയില്ല. പിന്നെ കുട്ടികൾ അവിടെ ആക്കി ഒരു വാഷ്റൂമിലൊക്കെ പോയി വന്ന് നമ്മൾ ക്യാമറയിൽ നോക്കി കുറച്ച് പട്ടിഷോയൊക്കെ കാട്ടിയിട്ടുണ്ടോ. പട്ടിഷോ ഇപ്പം മനസ്സിലാക്കണം ഞാൻ വീഡിയോ എടുക്കണോ. ക്യാമറയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ ക്യാമറയ്ക്ക് നോക്കാനല്ലേ ചേർത്ത്. കണ്ടോ, ആ എലീനിട്ട് കഷ്ടപ്പെട്ട് നോക്കിയത്. അതൊക്കെ എന്താ പറയുക, മൃഗങ്ങളെ പീഡിപ്പിക്കല്ലത്. അതിലേക്ക് ഭക്ഷണം കാട്ടി നോണിപ്പിച്ചുകൊണ്ട് എന്താ അപ്പം അതൊക്കെ എന്താക്കുന്നു. എന്ത് തോന്നണേ, 8 തോന്നണേ, എന്തോ ഒരു സാധനം. പിന്നെ എന്തൊക്കെയോ ഉണ്ട്, പല ഐറ്റം എലികൾ. പിന്നെ പാമ്പുണ്ട്. അത് പിന്നെ കണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് മണ്ടി. എനിക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്തൊക്കെയോ ഒരു ഇറിറ്റേഷനാണ്. എനിക്കത് അങ്ങനത്തെ ഒക്കെ കാണുന്നത്. കുറച്ചൊക്കെ പിന്നെ കുറച്ചുണ്ട് പല ഐറ്റം പൂച്ചകൾ, കോഴികൾ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ. പിന്നെ പറയാൻ തക്കതായ വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അതൊരു ഇതാണ്, രസമാണ്. പിന്നെ പാമ്പിന് തോളിൽ വെക്കാനൊക്കെ പറ്റും തോന്നുന്നുണ്ട്. പലതരം പാമ്പുകളുണ്ട്. മുള്ളം പന്നി ഉണ്ടോ. ഇതെന്താ സാധനം, അതിൻ്റെ പേര് എനിക്കറിയില്ലേ. അതിൻ്റെ മുട്ടയൊക്കെ അവിടെ വെച്ചിരിക്കണം. പെരുമഴ വെച്ചാൽ പെരുമഴയാണ് കേട്ടോ. അതിതീവ്രമായ മഴ. നമ്മൾ പുറത്ത് തന്നെ. പക്ഷെ നമ്മൾ വണ്ടിക്ക് കയറിയോട് കൂടി ആ മഴ നിന്നും ചെയ്തു. പിന്നെ ഞാൻ മഴ നോക്കി, ഞാൻ ഇറങ്ങിയാണ് പോയി. ഞാൻ പോവുകയാണ്, എത്തത് കാണാൻ വന്നതല്ലേ വിചാരിച്ച് ഞാൻ ഇറങ്ങി. കണ്ടോ, അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് പൂച്ചകൾ. ഉണ്ട പൂച്ച, മെലിഞ്ഞ പൂച്ച, പല ടൈപ്പ് പൂച്ചകളുണ്ട് ഇവിടെ. കണ്ടോ, എന്തോ ഒരു ചൊറുക്കനെ കാണും. എന്താ പറയുക, ഗുണ്ടു അറിയില്ലോ, ഗുണ്ടു പൂച്ച. എനിക്കിങ്ങനെ വിട്ടുന്ന് കാണുന്ന ഇഷ്ടം. പക്ഷെ എനിക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ ഭയങ്കര പേടിയാണ്. പൂച്ചനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. നല്ല ബ്യൂട്ടിഫുള്ളായ ഉണ്ടപ്പൂച്ചനെയും മെലിഞ്ഞ പൂച്ചനെയും ഒക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ എന്തൊക്കെയോ ഒരു തരം കോഴികൾ, പക്ഷികൾ, അതിനൊക്കെ പേരുണ്ട് കേട്ടോ. എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല, ഞാൻ നോക്കിയിട്ടുമില്ല. മഴൻ്റെ ദമ്മുണ്ട്. പിന്നെ ഇടയിൽ കുഞ്ഞുമോൻ വന്നുകാണ്ട് കോട്ടയൊക്കെ പോയി എടുത്ത് കൊണ്ടുവന്നു. കണ്ടോ, നല്ല തീവ്രമായ മഴ, പെരുമഴ. കണ്ടോ, കോഴികൾ പലതരം, ഗിനിക്കോഴി, മറ്റേ കോഴി, മറിച്ചേ കോഴി, കാരണം പലതരം കോഴികളും ഉണ്ട്. എന്തോ ആഫ്രിക്കൻ തത്തേ, എന്തോ തത്തയാണ്. എന്തൊരു തത്തയെന്ന് എനിക്കറിയില്ല കേട്ടോ. അതോ പിന്നെ കുറേ തത്തനെയും പൂച്ചനെയൊക്കെ കണ്ടു. അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കുട വേണം. എന്ത് ചെയ്യും,
അവരോട് ചോദിച്ചപ്പോൾ അവിടെ കൊടല്ല, അവിടെ മെയിൻ എൻട്രൻസ് ടിക്കറ്റ് എടുക്കണോടത്ത് ചോദിക്കണം. അവിടെ ചോദിച്ചപ്പോൾ നമ്മൾ വലിയ പുടലിട്ട് ഒന്നും മാണ്ടാറിന് പുടലിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയി കണ്ടോ, ഞാനൊരു സംഭവം കാണിച്ചേ കണ്ടോ, ഈ കുഞ്ഞു കൈ കാണും എന്തോ ചെറുക്കാം. അപ്പോൾ അവൻ്റെ കൈ കൊണ്ട് കുറച്ച് നേരമായ വെള്ളത്തിലൊക്കെ കളിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. പിന്നെ മീനിന് തീറ്റിട്ടെടുത്ത് നമ്മളെ കയ്യിൽ വന്ന് നിന്നു. ആ കറി അത് നല്ല രസമാണ്, പക്ഷെ കൈയിടാല്ല ധൈര്യം എനിക്കില്ല. പാത്തുമ്മ കൈ ഇട്ടിരുന്നു, ലച്ചൂസ് കൈയിട്ട് ഇതാക്കി. പിന്നെ കുറേ കുട്ടികളുണ്ടായിരുന്നു അവിടെ കൈയിട്ടുകൊണ്ട് തീറ്റയൊക്കെ കൊടുക്കുന്നത്. അപ്പം നല്ല രസമാട്ടോ, കൈ ഇങ്ങനെ വന്ന് കിക്കിളിയാക്കും, അതൊക്കെ ഒരു വഴി. അങ്ങനെ വേറൊരാൾ കഴിയുന്നത് കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് നമ്മൾ അവിടെ നിന്നും പോന്നു. പിന്നെ കുറേ ഒട്ടകം, കുതിര, കഴുത, ആട്, പിന്നെ എന്തോരായിരുന്നു, ചെമ്മരിയാട്, പിന്നെ വേറെ ഏതോ ഒരാടും കൂടി ഉണ്ട്, എന്താ പറയുക, മറ്റേ ജമുനാപ്പിയാരി. ആ ആടിനെയൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് വണ്ടി. പിന്നെ എന്തോ പോപ്കോൺ എന്തൊക്കെയോ വാങ്ങിച്ച് നമ്മൾ വണ്ടിക്ക്. അപ്പോൾ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ, കാരണം ഒരു ഏകദേശം 6 മണി 6:30 അപ്പോൾ അതൊക്കെ കുറേ മൃഗങ്ങളെയും അങ്ങനത്തെ കഴുകനെ അങ്ങനെയൊക്കെ കണ്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി. നിങ്ങളാണത്, ഞാനാണത്, മറ്റോലാണത് എന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഒട്ടകപ്പക്ഷി ഉണ്ട്. അങ്ങനെ എന്താ അറിയില്ല, കുഞ്ഞുമോൻ കഴുതൻ്റെ പേര് വിളിച്ചപ്പോൾ കഴുത അങ്ങോട്ട് മുന്നിക്ക് വന്നും ചെയ്തു, ചെറിയ മോനെ നല്ലോണം പേടിച്ചും ചെയ്തു. അപ്പം മക്കളുടെ അങ്ങനെ കാട്ടരുത്, ആരും ചെയ്യരുത്. പിന്നെ എന്തൊക്കെയത്, എന്താ അരയണോ അങ്ങനെ എന്തോ അല്ലത്, എന്താ പേരെന്ന് എനിക്കറിയാം. ഞാൻ ആ മഴയത്ത് പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ പാർക്കിലൊക്കെ കളിക്കണം, മഴ ഇല്ലാത്ത സമയത്ത് വന്നാലേ കുട്ടികൾക്ക് പാർക്കിൽ കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവർ പോയി പോപ്കോണൊക്കെ വാങ്ങിച്ചു, ഞാൻ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുകയോ ചെയ്തു കേട്ടോ. അധികം നേരമൊന്നും നമ്മൾ പിന്നെ അവിടെ നിന്നിട്ടില്ല, ഇരുട്ടായി തുടങ്ങിയിരുന്നോ. അപ്പോൾ മഴയത്ത് വല്ലാതെ ഇട്ടത്ത് ചുരം ഇറങ്ങണത് അത്ര സേഫല്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകുന്നു ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.